ഹലോ മച്ചന്മാരെ, നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് 2024 വിഷു എൻ്റെ ഈദ് റിലീസ് ചെയ്തൊക്കെ മൂവികളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഏപ്രിൽ മാസം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവികൾ ഏതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസം ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്തത് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ ചിത്രം തന്നെയാണ്. കാരണം ഈ പ്രാവശ്യം വിഷു അവധിക്കാലം ഗംഭീരമാക്കാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. ഏപ്രിൽ മുന്നോട്ട് നമ്മൾ ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് മാർച്ചിൽ. അതിനുശേഷം നമ്മൾ ഏപ്രിലോട്ട് കടക്കുമ്പോഴുള്ള മൂവികളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. 4 ചിത്രങ്ങളാണ്, 4 മലയാളത്തിൽ നിന്നാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചിത്രം ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറഞ്ഞുള്ള മൂവിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു വിഷു റിലീസായിട്ട് ആവേശം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി വന്നു. പൃഥ്വിരാജും അതുപോലെ തന്നെ ബ്ലെസ്സിങ് കൂടി ഒന്നിക്കുന്ന മൂവിയാണ് ആടുജീവിതം. ബെന്യാമിൻ്റെ കഥ നമുക്കറിയാം. ബെന്യാമിൻ്റെ കഥ റിലേസ് സ്റ്റോറി ആകുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെ ഒരു വലിയൊരു അവാർഡ് കിട്ടാൻ ചാൻസ് കൂടുതൽ. കാരണം അമ്മനായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ട്രെയിലിനും കാണാൻ റിലീസ് ചെയ്താൽ പോലും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രകടനം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ആടുജീവിതത്തിൽ എന്ന് പറഞ്ഞ മൂവിക്ക്. അപ്പോൾ ആടുജീവിതം ഒരു വിഷു റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻപോളി, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, നീരജ് വധ കൂട്ടിലിരുന്ന മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മൂവി കൂടുതലായിട്ട് 2 സുഹൃത്തുക്കളുടെ കഥയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും എന്ന് പറയുന്നവരുടെ സുഹൃത്തുക്കളുടെ കഥയാണ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കഥയാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ചെന്നൈ അതുപോലെ തന്നെ അവിടേക്കാണ് പ്രധാനമായ ലൊക്കേഷനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതും ഒരു ഏപ്രിൽ റിലീസായിട്ടാണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നേ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവിയാണ് രഞ്ജി ശങ്കർ ഉണ്ണിമൂന്നൻ കൂടുതൽ ജയ ഗണേഷ് എന്ന് പറഞ്ഞ ഒരു ഫാൻറ്റസി മൂവിയാണ്. ഒരു അത്ഭുതം സംഭവിക്കുന്ന പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ പോസ്റ്ററിലൊക്കെ ഉണ്ണിമൂന്നൻ 2 കാലും തളർന്നിരിക്കുന്ന വ്യക്തിയായിട്ടും കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ഫാൻറ്റസി മൂവി ആയതുകൊണ്ട് ഒരു പക്ഷേ അവധിക്കാലം നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും വിജയമാവാനും ചാൻസ് ഉള്ള മൂവികൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഹിറ്റ് അടിക്കുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ചിത്രത്തിന് വേണ്ടിയാണ് വെയിറ്റിംഗ് എന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.